ഇന്ത്യയുടെ ബോർഡർമാരുടെ മുമ്പിൽ കിടന്ന് വിറയ്ക്കുന്ന ഒരു സൗത്ത് ആഫ്രിക്കയുടെ ബാറ്റിംഗ് ലൈനപ്പിനെ കാണും. നോക്കുവാണെങ്കിൽ പേപ്പറിൽ ഇവർ പുലികളാണ്. ലോകത്തുള്ള എല്ലാ ലീഗും പോയി കളിക്കും. T20 ലീഗ് വിടത്തേയില്ല. ലോകത്തുള്ള എല്ലാ ലീഗും കളിക്കുന്നവരാണ് സൗത്ത് ആഫ്രിക്കയുടെ ബാറ്റ്സ്മാൻമാര്. എന്നാൽ ഇവരുടെ T20 പ്രകടനം നോക്കുവാണെങ്കിൽ വളരെ ദയനീയം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കുവാണെങ്കിൽ ഒരുപാട് ഫയർ പവർ ഉണ്ട്. ബ്രേവിസ് ഉണ്ട്, ഡേവിഡ് മില്ലർ 9 മാസത്തിന് ശേഷം തിരിച്ച് ടീമിലോട്ട് വന്നതാണ്. സ്റ്റബ്സ് ഉണ്ട്, മാക്രോ ഉണ്ട്, ഡീകോക്ക് ഉണ്ട്, ഒരുപാട് പേരുണ്ട് പറയാൻ. പക്ഷെ പെർഫോമൻസ് നോക്കുവാണെങ്കിൽ T20 വളരെ ഒരു ദയനീയമായ ഒരു പെർഫോമൻസ് ആണ്. ഇന്നത്തെ ഒരു പിച്ചിൽ കാഴ്ചവെച്ച പ്രകടനം എന്തുമായിരുന്നു? രണ്ട് ടീമും, ഇന്ത്യയുടെ ബാറ്റിങ്ങും സൗത്ത് ആഫ്രിക്കയുടെ ബാറ്റിങ്ങിലും. അതിൽ നമുക്ക് ഹാർദിക് പാണ്ഡ്യ എന്ന് പറയുന്ന മാടനെ അങ്ങോട്ട് മാറ്റി വെക്കാം. ഹാർദിക് പാണ്ഡ്യ നോക്കുവാണെങ്കിൽ ഇന്ന് വേറെ ഏതോ ഒരു പിച്ചിൽ കളിക്കുമായിരുന്നു. ഇന്ത്യയുടെ ബാറ്റിങ്ങും അതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്കയുടെ ബാറ്റിങ്ങും വളരെ ദയനീയമായിരുന്നു. പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട സൗത്ത് ആഫ്രിക്കയുടെ ബാറ്റിംഗ്. 101 റൺസിനൊക്കെ T20 പരാജയപ്പെടുമെന്ന് പറഞ്ഞാൽ വലിയൊരു മാർജിൻ തന്നെയാണ്. 101 റൺസിന് പരാജയപ്പെടുക, അതും 12 ഓവർ ആയപ്പോഴത്തേന് കളി തീർന്നു. കേവലം 74 റൺസാണ് സൗത്ത് ആഫ്രിക്കയ്ക്ക് കണ്ടെത്താൻ കഴിഞ്ഞത്. ഇന്നത്തെ ഒരു പിച്ച് എന്ന് പറഞ്ഞാൽ 149 റൺസാണ് ആവറേജ് ഈ ഒരു ഗ്രൗണ്ടിൽ. അതായത് ഒരു 150 കൂട്ടിക്കും. 20 റൺസ് ഇന്ത്യ എക്സ്ട്രാ എടുത്തപ്പോൾ തന്നെ സൗത്ത് ആഫ്രിക്കയ്ക്ക് മനസ്സിലായി ജയിക്കാൻ കഴിയത്തില്ലെന്ന്. സൗത്ത് ആഫ്രിക്ക നോക്കുവാണെങ്കിൽ നല്ല രീതിയിൽ ബോൾ ചെയ്തു. അവരുടെ പേസർമാർ നോക്കുവാണെങ്കിൽ മനോഹരമായിട്ട് ലെങ്തി ബോൾ ചെയ്തു. ഏകദേശം നോക്കുവാണെങ്കിൽ ഒരു ടിപ്പിക്കൽ സൗത്ത് ആഫ്രിക്കൻ പിച്ച് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു സ്പോഞ്ചി ആയിട്ടുള്ള ഒരു ബൗൺസ് കിട്ടുന്ന ഒരു പിച്ചായിരുന്നു. അൺഈവൻ ബൗൺസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സൈഡ് വേസ് മൂവ്മെന്റ് കിട്ടുന്നുണ്ടായിരുന്നു. പിച്ചിനകത്ത് നോക്കുവാണെങ്കിൽ അല്പം ഗ്രാസ് ഉണ്ട്. അണ്ടർ ലൈറ്റിൽ നോക്കുവാണെങ്കിൽ ബോൾ മൂവ്മെന്റ് കൊടുക്കുന്നുണ്ടായിരുന്നു. എല്ലാം നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു. പവർ പ്ലേക്കകത്ത് തന്നെ അവർ വന്ന് വിക്കറ്റ് എടുത്തു. പവർ പ്ലേക്കകത്ത് തന്നെ നോക്കുവാണെങ്കിൽ ഇന്ത്യയുടെ ടോപ്പ് ഓർഡറിനെ ഇളക്കി വിടാൻ സൗത്ത് ആഫ്രിക്കയ്ക്കായി. മനോഹരമായിട്ട് ബോൾ ചെയ്തു. ലുങ്കി ഇംഗ്ലി വന്ന് മനോഹരമായിട്ട് ബോൾ ചെയ്തു. മാർക്കോ യാൻസൺ പേസിനെ യൂട്ടിലൈസ് ചെയ്തു. അതുപോലെ തന്നെ ആൻഡ്രിക് നോക്കിയ വന്നിട്ട് മനോഹരമായിട്ട് ബോൾ ചെയ്തു. നല്ലൊരു സ്റ്റാർട്ടൊക്കെ കിട്ടി. പക്ഷേ ഹാർദിക് പാണ്ഡ്യ ക്രീസിലോട്ട് വന്നപ്പോഴത്തേന് കളി സൗത്ത് ആഫ്രിക്കയുടെ കയ്യിൽ നിന്ന് തട്ടി പറിച്ചുകൊണ്ട് പോകുന്ന ഒരു പ്രകടനം ഹാർദിക് പാണ്ഡ്യ കാഴ്ചവെച്ചത്. 78 റൺസിൽ 4 വിക്കറ്റ് പോയി നിൽക്കുമ്പോഴാണ് ഹാർദിക് പാണ്ഡ്യ ക്രീസിലോട്ട് വരുന്നത്. അവിടെ നോക്കുവാണെങ്കിൽ ഹാർദിക് പാണ്ഡ്യ വന്ന് കളിയെ വൺ സൈഡഡ് ആയിട്ട് കൊണ്ടുപോയി. ഏകദേശം ഇല്ല വാങ്കഡയിൽ കളിക്കുന്ന അതേ സ്റ്റൈലാണ് ഹാർദിക് പാണ്ഡ്യ വന്ന് കളിച്ചത്. വാങ്കഡ സ്റ്റൈൽ ഒരു പിച്ചാണ്, ഒരു അൺഈവൻ ബൗൺസ് വരുന്ന ഒരു റെഡ് സോയിൽ പിച്ചാണ്. സോ ഹാർദിക് പാണ്ഡ്യ വന്ന് ആ ഒരു പിച്ചിനെ മനോഹരമായിട്ട് യൂട്ടിലൈസ് ചെയ്തു. ബാക്കിയുള്ള ബാറ്റ്സ്മാൻമാർക്ക് ഇന്ത്യയുടെയോ അല്ലെങ്കിൽ സൗത്ത് ആഫ്രിക്കയുടെയോ ഒട്ടും ഈ ഒരു സാഹചര്യത്തെ യൂട്ടിലൈസ് ചെയ്യാൻ രണ്ടുപേർക്കും കഴിഞ്ഞില്ല. ഇന്ത്യയുടെ 6 ബോളർമാരും ബോൾ എടുത്തു, 6 പേർക്കും വിക്കറ്റ് എടുത്തു. നമ്മുടെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരുപാട് വിക്കറ്റ് ടേക്കിംഗ് ബോളർമാരുണ്ട്. എല്ലാം വിക്കറ്റ് ടേക്കിംഗ് ബോളർമാരാണ്. അർഷ്ദീപ് സിംഗ്, ബുംറ, വരുൺ ചക്രവർത്തി, അക്ഷർ പട്ടേൽ, ഹാർദിക് പാണ്ഡ്യ അല്ലെങ്കിൽ ശിവൻ ദുബെ, ഇവരെല്ലാം നോക്കുവാണെങ്കിൽ വിക്കറ്റ് ടേക്കിംഗ് ബോളർമാരാണ്. സോ ഇവരിലോട്ട് ബോൾ കൊടുത്തു, സൗത്ത് ആഫ്രിക്ക പരിങ്ങലിലായി. ആ ഒരു കണ്ടീഷനെ നോക്കുവാണെങ്കിൽ ഇന്ത്യയുടെ ബോർഡർമാർ മനോഹരമായിട്ട് ബോൾ ചെയ്തു. വലുതായിട്ട് നോക്കുവാണെങ്കിൽ ഒന്നും ഇന്ത്യയുടെ ബോർഡർമാർ ചെയ്തില്ല. കറക്റ്റ് ലെങ്തിൽ, ഗുഡ് ലെങ്ത് ഡെലിവറിയിൽ ബോൾ ചെയ്തുകൊണ്ടായിരുന്നു കറക്റ്റായിട്ട് വിക്കറ്റ് കിട്ടി. ഇന്ത്യയുടെ ബോർഡർമാർക്ക് വിക്കറ്റ് കിട്ടി. കട്ടക്കിലെ പിച്ച് നോക്കുവാണെങ്കിൽ ഇന്ത്യ ഇതുവരെ സൗത്ത് ആഫ്രിക്കയെ T20 പരാജയപ്പെടുത്തിയിട്ടില്ല. ആദ്യമായിട്ടാണ് T20 കട്ടക്കിൽ ഇന്ത്യക്ക് ജയിക്കാനായത്. എന്തായാലും പിന്നെ നോക്കുവാണെങ്കിൽ മാടൻ, ഹാർദിക് പാണ്ഡ്യ. ഇപ്പൊ മാടന്മാരുടെ സമയമാണല്ലോ. ഹിറ്റ്മാൻ എന്ന് പറയുന്നൊരു മാടൻ വന്നിട്ട് വെട്ടിയിട്ട് പോയി. ഇപ്പൊ നോക്കുകയാണെങ്കിൽ T20 ഹാർദിക് പാണ്ഡ്യ തിരിച്ചു വരുന്നു. 2 മാസത്തിന് ശേഷം തിരിച്ചു വന്നതാ. ഏഷ്യ കപ്പിനകത്ത് ശ്രീലങ്കയ്ക്കെതിരെയുള്ള മത്സരത്തിൽ ഇഞ്ചുറി ആയിട്ട് പുറത്തേക്ക് പോയതാ. ഇന്ന് വന്നിട്ട് ബാറ്റ് ചെയ്യുന്നു, ബോൾ കൊടുത്തും വിക്കറ്റ് എടുക്കുന്നു. ഈ മനുഷ്യന് ബോൾ കൊടുക്കുമ്പോൾ വിക്കറ്റ് എടുക്കും. ബാറ്റിംഗ് വരുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ആണ്. പണ്ടൊക്കെ കപിൽ ദേവ് ഉണ്ടെന്ന് പറയുന്ന പോലെയാണ് ഹാർദിക് പാണ്ഡ്യ ടീമിൽ ഉണ്ടെങ്കിലുള്ള ഒരു കോൺഫിഡൻസ്. അത് ഇന്ത്യൻ ടീമിന്റെ മാനേജ്മെന്റിനും ഉണ്ട്. ഹാർദിക് പാണ്ഡ്യ എന്നൊരു പ്ലെയറിലുള്ള വിശ്വാസം. ഇന്ത്യയുടെ ഫ്യൂച്ചർ ക്യാപ്റ്റൻ ആയിരുന്നു. അറിയാൻ വയ്യ എങ്ങനെയാണ് തട്ടി മാറ്റപ്പെട്ടതെന്ന്. ഹാർദിക് പാണ്ഡ്യ ഇന്ന് വന്ന് പെർഫോമൻസ് ചെയ്യുന്നു. ആരെയൊക്കെ ഇന്ത്യൻ ടീം തഴഞ്ഞിട്ടുണ്ടോ അവരൊക്കെയാണ് ഇപ്പം പെർഫോമൻസ് ചെയ്യുന്നത്. വിരാട് കോഹ്ലിയെ തഴഞ്ഞു, അവർ വന്ന് പെർഫോമൻസ് ചെയ്തു. രോഹിത് ശർമ്മ വന്ന് പെർഫോമൻസ് ചെയ്തു. അർഷ്ദീപ് സിംഗിനെ തഴഞ്ഞു, അർഷ്ദീപ് സിംഗ് വന്ന് പെർഫോമൻസ് ചെയ്തു. കുൽദീപ് തഴഞ്ഞു, കുൽദീപ് യാദവ് വന്ന് പെർഫോമൻസ് ചെയ്യുന്നു. ഇന്ത്യയുടെ മാനേജ്മെന്റ് ആരെയൊക്കെ തഴഞ്ഞോ അവരുടെ കാലമാണ് ഇപ്പം. അവർ വന്ന് പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെറുതെയാണ് ഞങ്ങളെ ഒതുക്കി വെച്ചത്, ഞങ്ങളെ ഒതുക്കാൻ നോക്കണ്ട എന്നുള്ള പ്രകടനമാണ് ഒതുക്കി വെച്ചവരെല്ലാം ഈ ദിവസങ്ങളായിട്ട് വന്ന് കാഴ്ചവെക്കുന്നു. സോ ഹാർദിക് പാണ്ഡ്യയുടെ ബാറ്റിംഗ്, ഹാർദിക് പാണ്ഡ്യയുടെ ആ ഒരു പെർഫോമൻസ് ഇല്ലായിരുന്നെങ്കിൽ മേ ബി ഇന്ത്യ 150 റൺസ് പോലും കണ്ടെത്തും എന്നുള്ള കാര്യത്തിൽ സംശയമായിരുന്നു. അവിടെ തിലക് വർമ്മയുടെ വിക്കറ്റ് പോയി. നോക്കുവാണെങ്കിൽ ഇന്ത്യ സ്ട്രഗിൾ ചെയ്ത് നിൽക്കുകയാണ്. 78 റൺസിൽ 4 വിക്കറ്റ് പോയി 12 ഓവറിൽ. കേശവ് മഹാരാജനെ നോക്കുവാണെങ്കിൽ ലോങ് ഓഫിന്റെ മേളിലൂടെ 2 6, ഒരു നോ ലുക്കിംഗ് ഷോട്ടൊക്കെ ഉണ്ടായിരുന്നു. വിരാട് കോഹ്ലിയുടെ സെയിം ഒരു ടിപ്പിക്കൽ ഷോട്ടൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആൻഡ്രിക് നോക്കിയ മനോഹരമായിട്ട് ബോൾ ചെയ്തു. നല്ല ഋതത്തിലായിരുന്നു ആൻഡ്രിക് നോക്കിയ. എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരു IPL ടീമിലോട്ട് കയറാനുള്ള പരിപാടിയായിരുന്നു ആൻഡ്രിക് നോക്കിയ. പക്ഷേ ഹാർദിക് പാണ്ഡ്യ പറഞ്ഞു വിടത്തില്ലെന്ന് പറഞ്ഞു. 145 150 സ്പീഡിലാണ് ആൻഡ്രിക് നോക്കിയ വന്നിട്ട് ബോൾ ചെയ്തത്. 15ാമത്തെ ഓവറിൽ നോക്കിയുടെ ഓവറിൽ എടുക്കുന്നത് 17 റൺസാണ്. സൂപ്പറായിട്ട് കളിച്ചു. സൗത്ത് ആഫ്രിക്കയുടെ പേസിനും ബൗൺസിനും മുമ്പിൽ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു മറ്റുള്ള ബാറ്റ്സ്മാൻമാർ. എങ്ങനെയാണ് കളിക്കേണ്ടതെന്ന് വന്ന് പിന്നെ കാണിച്ചു കൊടുത്തു. സൂപ്പർ ബാറ്റിംഗ്. ആ ഒരു ബാറ്റിംഗ് പെർഫോമൻസ് ഇല്ലായിരുന്നെങ്കിൽ മേ ബി ഇന്ത്യ 150 റൺസ് പോലും കണ്ടെത്തും എന്നുള്ള കാര്യത്തിൽ സംശയമായിരുന്നു. 150 റൺസിന്റെ ആവറേജ് ഉള്ള ഒരു പിച്ചിൽ 175 റൺസ് എടുക്കാൻ ഹാർദിക് പാണ്ഡ്യയുടെ പ്രകടനത്തിനായി. സൂപ്പർ ബാറ്റിംഗ്. ബോൾ കൊടുത്തപ്പോഴത്തേനും വന്ന് വിക്കറ്റ് എടുത്തിട്ട് പോയി. അത് മെയിൻ ആയിട്ടുള്ള ഒരു വിക്കറ്റ് എടുത്തത് ഡേവിഡ് മില്ലറിന്റെ. ആ ഒരു ലൈൻ കാണണമായിരുന്നു.
ആ ഒരു ഗുഡ് ലെങ്ത് ഡെലിവറിയിൽ. കുറച്ച് ഇഞ്ചറി കൺസേൺ ഒക്കെ ഉണ്ടെന്നേ ഉള്ളൂ. ബോൾ കൊടുക്കുമ്പോൾ ബോളിംഗ്, ഫീൽഡിംഗിലെങ്കിൽ ഫീൽഡിംഗിൽ, ബാറ്റിംഗ് നോക്കുവാണെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി ആണ് ഈ മനുഷ്യൻ. ഇന്ത്യയുടെ ക്യാപ്റ്റൻ ആവാത്തതല്ലേ ഉള്ളൂ എനിക്ക് മറ്റൊരു വർഷം. T20 ഇന്റർനാഷണൽ നോക്കുവാണെങ്കിൽ 100 സിക്സ് ഹാർദിക് പാണ്ഡ്യ അടിക്കുന്നു. മനോഹരമായിട്ട് ഒരു പ്രകടനം കാഴ്ചവെക്കുന്നു ഇന്ത്യയുടെ ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യ. പിന്നെ ഇന്ത്യയുടെ ബോർഡർമാനോട്ട് പോവുകയാണെങ്കിൽ അർഷ്ദീപ് സിംഗ്. എന്തുകൊണ്ടാണ് അർഷ്ദീപ് സിംഗ് ഇന്ത്യൻ ടീമിൽ വേണ്ടത്, എന്തുകൊണ്ടാണ് അർഷ്ദീപ് സിംഗ് പവർ പ്ലേയിൽ എഫക്റ്റീവ് ആണെന്നുള്ളത് ഇന്നും വന്ന് കാണിച്ചു വന്നു. 2 വിക്കറ്റ് എടുത്ത് പവർ പ്ലേക്കകത്ത് തീർത്തു. സൗത്ത് ആഫ്രിക്ക അവിടെ തീർന്നു. ഡീകോക്കിന്റെ വിക്കറ്റ് എടുക്കുന്നു, സ്റ്റബ്സിന്റെ വിക്കറ്റ് എടുക്കുന്നു. 2 സൈഡിലോട്ട് ബോൾ മൂവ്മെന്റ് ചെയ്യാൻ കഴിവുള്ള ഒരു ബോളറാണ്. 2 സൈഡിലോട്ടും, ലെഫ്റ്റ് ഹാൻഡർക്കെതിരെ ആണെങ്കിലും റൈറ്റ് ഹാൻഡർക്കെതിരെ ആണെങ്കിലും 2 സൈഡിലോട്ടും ബോളിന് മൂവ്മെന്റ് കൊണ്ടുവരാൻ കഴിവുള്ള ഒരു ബോളറാണ് അർഷ്ദീപ് സിംഗ്. ഇന്നും വന്നിട്ട് പവർ പ്ലേക്കകത്ത് വിക്കറ്റ് എടുത്തു, സൗത്ത് ആഫ്രിക്കയെ തീർത്തു. സെക്കൻഡ് ഹയസ്റ്റ് വിക്കറ്റ് ടേക്കറാണ് പവർ പ്ലേക്കകത്ത്. 16 വിക്കറ്റ് എടുത്തിട്ടുണ്ട്. 16 വിക്കറ്റ്, അതായത് 13 ബോളിനകത്ത് അർഷ്ദീപ് സിംഗ് വന്നിട്ട് 1 വിക്കറ്റ് എടുക്കും. ബുംറ നോക്കുവാണെങ്കിൽ 17 ബോളിനകത്താണ് 1 വിക്കറ്റ് എടുക്കുന്നത്. സോ T20 അത്രമാത്രം എഫക്റ്റീവ് ആണ് അർഷ്ദീപ് സിംഗ് എന്ന് പറഞ്ഞ ഒരു ബോളർ. ഇന്നും വന്ന് തെളിയിച്ചു, ടീമിനെ വിജയിപ്പിക്കുന്നു. T20 വേൾഡ് കപ്പ് സ്കോഡിനകത്ത് എന്തുകൊണ്ടും അർഷ്ദീപ് സിംഗ് എന്ന് പറഞ്ഞ ഒരു ബോളർ വേണമെന്നുള്ളതാണ് പിന്നെ എടുത്തു കാണിക്കുന്ന ഒരു പ്രകടനം കാഴ്ചവെച്ചത്. സൂപ്പർ ബോളിംഗ് പെർഫോമൻസ് അർഷ്ദീപ് സിംഗ്. പിന്നെ ബുംറ വന്നിട്ട് 100 വിക്കറ്റ് എടുക്കുന്നു T20. അങ്ങനെ അർഷ്ദീപ് സിംഗിന്റെ കൂടെ ബുംറയെ ഓടി എത്തിയിട്ടുണ്ട്. 100 വിക്കറ്റ് എന്തായാലും T20 വന്നെടുത്തു. പവർ പ്ലേക്കകത്ത് മനോഹരമായിട്ട് ബോൾ ചെയ്തു. പക്ഷേ വിക്കറ്റ് കിട്ടിയില്ല. ഒരു ഹാഫ് ചാൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തായിരുന്നു അവിടെ. പവർ പ്ലേക്കകത്തുള്ള 2 ഓവറും പവർ പ്ലേ കഴിഞ്ഞുള്ള 2 ഓവറും ക്രൂഷ്യൽ തന്നെയാണ് ബുംറയുടെ. മറ്റുള്ള ടീമിന് ടെൻഷനാണ് ബുംറയുടെ പവർ പ്ലേ കഴിഞ്ഞുള്ള 2 ഓവർ. ആ ഓവറിൽ എങ്ങനെ റൺസ് കണ്ടെത്താനായിരിക്കും ടീമുകൾ നോക്കുന്നത്. T20 വേൾഡ് കപ്പിനകത്ത് നമ്മൾ കണ്ടല്ലോ, പവർ പ്ലേ കഴിഞ്ഞുള്ള ആ 2 ഓവർ ഇന്ത്യ മാച്ചിലോട്ട് തിരിച്ചു കൊണ്ടുവന്നാണ് ബുംറ. സോ അതേ ഒരു ഫോമിലൊക്കെ കാണാൻ കഴിയട്ടെ. ഏഷ്യ കപ്പ് നോക്കുവാണെങ്കിൽ അത്ര മനോഹരമായിരുന്നില്ല ബുംറയെ സംബന്ധിച്ചിടത്തോളം. ഇന്ന് നോക്കുവാണെങ്കിൽ നല്ല ലൈനിലൊക്കെ വന്ന് ബോൾ ചെയ്യുന്നതായിട്ട് കണ്ടു. സൂപ്പർ ബോളിംഗ് പെർഫോമൻസ് ഇന്ന് ബുംറയെ വന്ന് കാഴ്ചവെച്ചു. പിന്നെ അക്ഷർ പട്ടേൽ ODI ടീമിൽ സത്യം പറഞ്ഞാൽ ഞാൻ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു അക്ഷർ പട്ടേലിനെ. ആ ഒരു ലെങ്ത് ഉണ്ടല്ലോ അക്ഷർ പട്ടേലിന്, ബോൾ ഗ്രിഫ്റ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു ബോളറാണ്. ലൈൻ എന്ന് പറഞ്ഞാൽ സ്റ്റംപ് ടു സ്റ്റംപ് ലൈനിലാണ് എറിയുന്നത് അക്ഷർ പട്ടേൽ. യു മിസ് ഐ വിൽ ഹിറ്റ്. മാക്കറത്തിന്റെ വിക്കറ്റ് കണ്ടില്ലായിരുന്നു. ആ സ്റ്റംപ് ടു സ്റ്റംപ് ലൈൻ എറിഞ്ഞ ഒരു ബോൾ ടോസ് ചെയ്യിപ്പിക്കാൻ കഴിയും, ബോളിന് ഗ്രിഫ്റ്റ് ചെയ്യിക്കാൻ കഴിയുള്ള ഒരു ബോളറാണ്. എന്തുകൊണ്ട് T20 വേൾഡ് കപ്പിനകത്ത് ഇന്ത്യൻ സ്കോഡിനകത്ത് വേണ്ട ഒരു പ്ലെയർ തന്നെയാണ് അക്ഷർ പട്ടേൽ. ഇന്നും വന്ന് തെളിയിച്ചു ആ ഒരു പ്രകടനം. ബാറ്റിംഗ് നോക്കുവാണെങ്കിൽ ഒരു ചെറിയൊരു ക്യാമിയോ ഇന്നിംഗ്സ് കാഴ്ചവെക്കുന്നു. ബോളിങ്ങിലോട്ട് വരുവാണെങ്കിൽ ആ ഒരു ക്രൂഷ്യൽ വിക്കറ്റ് എടുത്ത് സൗത്ത് ആഫ്രിക്കയെ പിന്നെയും പ്രഷറിലോട്ട് കൊണ്ടുപോകാൻ അക്ഷർ പട്ടേലിന്റെ ബോളിങ്ങിനായിട്ട്. പിന്നെ എടുത്ത് പറയേണ്ട ഒരു ബോളറാണ് ഇന്ത്യയുടെ മിസ്റ്ററി സ്പിന്നർ വരുൺ ചക്രവർത്തി. പവർ പ്ലേക്കകത്ത് നോക്കുവാണെങ്കിൽ ഡിവാൾ ബ്രേവിസിന്റെ കയ്യിൽ നിന്ന് അടി കൊണ്ടിട്ട് പോയി. എന്നാൽ പവർ പ്ലേക്ക് ശേഷം വന്ന് കാഴ്ചവെച്ച ഒരു ബോളിംഗ് പെർഫോമൻസ് കണ്ടില്ലായിരുന്നു. ഡോണവാൻ ഫെറേറയ്ക്കെതിരെ എറിഞ്ഞ ഒരു ബോളിംഗ് കണ്ടില്ലായിരുന്നു. ഒരു അൺഈവൻ ബൗൺസ് കിട്ടുന്ന ഒരു ബോൾ. ഒരു സ്പിന്നറാണ്, എന്നാലും ആ പിച്ചിൽ നിന്നുള്ള ബെനിഫിറ്റ്സ് എടുക്കുന്നത് കണ്ടോ. സ്ലോ ആയിട്ട് വന്ന് എറിയാൻ കഴിയും, ക്വിക്കായിട്ട് വന്ന് എറിയാൻ കഴിയും. ആ ഒരു ബൗൺസ്, ആ ഒരു വിക്കറ്റ് എടുത്ത ഒരു ബോൾ കണ്ടില്ലായിരുന്നു. അതുപോലെ തന്നെ സ്ലൈഡ് ചെയ്ത ബോൾ മാർക്കോ യാൻസനെതിരെ. വരുൺ ചക്രവർത്തിയെ സംബന്ധിച്ചോളം പ്രെഡിക്റ്റ് ചെയ്യാനേ കഴിയത്തില്ല ബാറ്റ്സ്മാൻമാർക്ക്. എങ്ങനെയാണ് എറിയാൻ പോകുന്നത്, ഗൂഗിളിയാണോ വരുന്നത്, അത് ഷോർട്ട് പിച്ച് ഡെലിവറി ആണോ വരുന്നത്, അതൊരു എക്സ്ട്രാ ബൗൺസ് ആണ് പിച്ചിൽ നിന്ന് എടുക്കാൻ പോകുന്നതെന്ന് പ്രെഡിക്റ്റ് ചെയ്യാനേ കഴിയത്തില്ല. സോ ഒരു കീ ഫാക്ടർ തന്നെയാണ് വരുൺ ചക്രവർത്തി എന്ന് പറയുന്ന ഇന്ത്യയുടെ മിസ്റ്ററി സ്പിന്നർ വേൾഡ് കപ്പിനകത്തും. സോ ഇന്നത്തെ കളിയിൽ കുൽദീപ് യാദവ് കളിച്ചില്ല. എന്താണെന്ന് അറിയാൻ വയ്യ. മേ ബി ഡ്യൂ ഉണ്ടായതുകൊണ്ട് 3 സ്പിന്നർമാരുടെ ആവശ്യമില്ല, ഒരു ഹെവി ഫേസ് ബോളിങ്ങുമായിട്ട് പോകാമെന്ന് വിചാരിച്ചുകൊണ്ടാണോ എന്നറിയാൻ വയ്യ. കുൽദീപ് യാദവിനെയും സത്യം പറയാൻ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ T20 വേൾഡ് കപ്പിനകത്ത് എനിക്ക് തോന്നുന്നു കുൽദീപ് യാദവ് ടീമിലേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഫെബ്രുവരി ഒക്കെ ആകുമ്പോഴത്തേന് ആ ഒരു മഞ്ഞ് വീഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന ഒരു സമയമാണ്. പിച്ച് വലിയ ഡ്രൈ ഒന്നും ആയിരിക്കത്തില്ല, എങ്കിലും കുൽദീപ് യാദവിന് വന്നിട്ട് വിക്കറ്റ് എടുക്കാൻ കഴിയും. ഒരു റിസ്ക് സ്പിന്നറും ഒരു മിസ്റ്ററി സ്പിന്നറും ടീമിനകത്തുണ്ടെങ്കിൽ എതിർ ടീമിൽ നോക്കുവാണെങ്കിൽ ഒരു ശവപ്പറമ്പ് തന്നെ ആയിരിക്കും ആ ഒരു പിച്ച്. ഇവർ രണ്ടുപേരും കൂടെ കളിക്കുവാണെങ്കിൽ ടീമിൽ എൻ്റെ അഭിപ്രായത്തിൽ ഒരു ബാറ്റ്സ്മാനെ എന്തായാലും കുറയ്ക്കണം. മേ ബി ശിവൻ ഡുബെ കൂട്ടുള്ള ഒരു പ്ലെയറിനെ കുറച്ചിട്ട് 8 വരെ ബാറ്റിങ്ങിന്റെ ആവശ്യമൊന്നുമില്ല. ഇവരെ രണ്ടുപേരെയും കൂടെ കളിപ്പിക്കുക വേൾഡ് കപ്പിനകത്ത്. ഇന്ത്യക്ക് ഈസി ആയിട്ട് മറ്റുള്ള ടീമുകളെ ചലഞ്ച് ചെയ്യാൻ കഴിയുമെന്ന് തന്നെ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു, കുൽദീപ് യാദവ് കൂടെ ടീമിലോട്ട് വരുവാണെങ്കിൽ. സോ ഓവറോൾ നോക്കുവാണെങ്കിൽ ഇന്ത്യയുടെ സൂപ്പർ ബോളിംഗ് തന്നെയായിരുന്നു. എടുത്ത് പറയേണ്ടല്ലോ, 101 റൺസിനാണ് ഈ കളി ജയിച്ചത്. പക്ഷേ ഇന്ത്യയുടെ ബാറ്റിങ്ങിലോട്ട് വരുവാണെങ്കിൽ ഇപ്പോഴും ചില കൺസേൺസ് ഒക്കെ അവിടെ നിലനിൽക്കുന്നു. ശുഭ്മാൻ ഗില്ല് ഒരു ഇഞ്ചുറിക്ക് ശേഷം ടീമിലേക്ക് തിരിച്ചു വരുന്നു. ഫസ്റ്റ് ബോൾ ബൗണ്ടറി അടിക്കുന്നു, ഒരു സ്ക്വയർ കട്ട് അടിക്കുന്നു. രണ്ടാമത്തെ ബോൾ നോക്കുവാണെങ്കിൽ സിക്സ് അടിക്കാണെങ്കിൽ എനിക്ക് എന്റെ അഭിപ്രായത്തിൽ ഒരു അഭിഷേക് ശർമ്മ ആവാൻ പോവുക, അല്ലെങ്കിൽ ഒരു സഞ്ജു സാംസൺ ആകാൻ പോവുക. സഞ്ജു സാംസൺ ഇങ്ങനെയാണ് കളിക്കുന്നത്, അപ്പൊ ഞാനും ഇങ്ങനെ കളിക്കണം. അഭിഷേക് ശർമ്മ ഇങ്ങനെ കളിക്കുന്നത്, അപ്പൊ ഞാനും ഇങ്ങനെ കളിക്കണം എന്നുള്ള ഒരു ഫേക്ക് ഷോട്ട് കളിക്കാൻ പോകുന്നു ശുഭ്മാൻ ഗില്ല്. ശുഭ്മാൻ ഗില്ലിന്റെ സ്റ്റൈൽ കളിച്ചാൽ പോരെ. 140 സ്ട്രൈക്ക് റേറ്റ് ഉള്ള ഒരു പ്ലെയർ ആണ് ശുഭ്മാൻ ഗില്ല്. എന്തിനാണ് ഇങ്ങനെ കളിക്കുന്നത്? 190 സ്ട്രൈക്ക് റേറ്റ് ഉള്ള അഭിഷേക് ശർമ്മയ്ക്കൊപ്പം ഓടിയെത്താൻ നോക്കുവാണോ ശുഭ്മാൻ ഗില്ല്? ഓടിയെത്താൻ കഴിയത്തില്ല. ശുഭ്മാൻ ഗില്ലിന് ഒരു സ്റ്റൈലുണ്ട്, ആ ഒരു സ്റ്റൈലിൽ ബാറ്റ് ചെയ്യുന്നത്. എന്തിനാണ് മറ്റുള്ളവരെ കോപ്പി പേസ്റ്റ് ചെയ്യാൻ നടക്കുന്നത്? ശുഭ്മാൻ ഗില്ലിന്റെ സ്റ്റൈലിൽ വന്ന് കളിക്കുക. ഇത് ശുഭ്മാൻ ഗില്ല് നോക്കുവാണെങ്കിൽ മറ്റൊരു സഞ്ജു സാംസൺ ആകാൻ പോകുന്നു, മറ്റൊരു അഭിഷേക് ശർമ്മ ആകാൻ പോകുന്നു. റിസൾട്ട് നോക്കുവാണെങ്കിൽ 2024 ജൂലൈ 13 ശേഷം ഒരു 50 കണ്ടെത്താൻ ഇതുവരെ ശുഭ്മാൻ ഗില്ലിന് കഴിഞ്ഞില്ല. ആവറേജ് പരിശോധിക്കുകയാണെങ്കിൽ 24 റൺസിന്റെ ആവറേജ് ആണ്. ഒരു 50 റൺസ് ഇതുവരെ കണ്ടെത്താൻ ശുഭ്മാൻ ഗില്ലിന് കഴിയുന്നില്ല. സോ ശുഭ്മാൻ ഗില്ലിന്റെ സ്റ്റൈൽ വന്ന് കളിക്കുന്നത്,
നമുക്ക് എല്ലാവർക്കും അറിയാം ശുഭൻ ഗില്ലിന്റെ ഒരു സ്റ്റൈൽ എന്തുവാണെന്നുള്ളത്. അങ്ങനെ കളിക്കുക. ഇന്ത്യൻ ടീം നിങ്ങളെ അവിടെ വെച്ചിരിക്കുന്നത് ആ ഒരു സ്റ്റൈലിൽ കളിക്കാനാ, ഒരു ആങ്കർ ഇന്നിങ്സ് കാഴ്ചവെക്കാനാ. ഇതിപ്പോ സഞ്ജു സാംസൺ വെളിയിരിക്കുവാണ്, എനിക്ക് അതേ ഒരു സ്റ്റൈലിൽ കളിക്കണമെന്നൊക്കെ വെച്ചാൽ റിസൾട്ട് ഇന്ന് കണ്ട പോലെ ആയിരിക്കും. സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്ത് ഗ്യാപ്പ് കണ്ടെത്തി ശുഭൻ ഗിൽ കളിക്കും. IPL-നകത്തൊക്കെ ശുഭൻ ഗിൽ കളിക്കുമായിരുന്നല്ലോ, അതേ ഒരു പെർഫോമൻസ് കാഴ്ചവെക്ക്. അല്ലെങ്കിൽ ശുഭൻ ഗിൽ വെറുതെ എക്സ്പോസ് ആയി പോകും. അഭിഷേക് ശർമ്മയ്ക്കൊപ്പം ഓടിയെത്താൻ കഴിയത്തില്ല, സഞ്ജു സാംസണൊപ്പം ഓടിയെത്താൻ കഴിയത്തില്ല. ശുഭൻ ഗില്ലായിട്ട് തന്നെ കളിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ശുഭൻ ഗില്ലിനെ സംബന്ധിച്ചിടത്തോളം. ഇനി നോക്കുവാണെങ്കിൽ വേൾഡ് കപ്പിന് വലിയ സമയമൊന്നുമില്ല. ഇത് കഴിഞ്ഞിട്ട് നേരെ ന്യൂസിലാൻഡ് സീരീസ് ആണ്. അത് കഴിഞ്ഞ് ഇന്ത്യ നേരെ കളിക്കാൻ പോകുന്നത് വേൾഡ് കപ്പാണ്. സോ അതിനനുസരിച്ച് പെർഫോമൻസ് കാഴ്ചവെക്കാൻ ശുഭൻ ഗില്ലിന് കഴിയട്ടെ. പിന്നെ ഇന്ത്യയുടെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ്, വാങ്കഡയ്ക്ക് പറ്റിയ ഒരു പിച്ചായിരുന്നു. ഒരു എക്സ്ട്രാ ബൗൺസ് ഒക്കെ കിട്ടുന്ന ഒരു പിച്ച്, സൂര്യകുമാർ യാദവിന്റെ പിക്കപ്പ് ഷോട്ട് കളിക്കാൻ പറ്റുന്ന ഒരു പിച്ചൊക്കെ ആയിരുന്നു. പക്ഷേ സൂര്യകുമാർ യാദവിന്റെ പ്രകടനം പരിശോധിക്കുകയാണെങ്കിൽ 2025 ആവറേജ് പരിശോധിക്കുകയാണെങ്കിൽ കേവലം 15 റൺസാണ്. ക്യാപ്റ്റൻസിയിൽ നമുക്ക് സംശയമൊന്നുമില്ല. സൂര്യകുമാർ യാദവിന്റെ കീഴിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യ മനോഹരമായിട്ട് കളിക്കുന്നു. ഒരു രക്ഷയില്ലാത്ത പ്രകടനം കാഴ്ചവെക്കും. ഒരു സീരീസ് പോലും തോറ്റിട്ടില്ല. പക്ഷെ സൂര്യകുമാർ യാദവ് എന്ന് പറയുന്ന ഇന്ത്യയുടെ നമ്പർ 3 ബാറ്റ്സ്മാന്റെ സ്ട്രൈക്ക് റേറ്റ് ആവറേജ് ഒരു 50 പോലും കണ്ടെത്താൻ സൂര്യകുമാർ യാദവിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. 2025 IS സ്കോർ പരിശോധിക്കുകയാണെങ്കിൽ 47 റൺസാണ്. സോ റിയലി സൂര്യകുമാർ യാദവ് നമ്പർ 3 സ്ട്രഗിൾ ചെയ്യുന്നു. എത്രയും പെട്ടെന്ന് ആ ഒരു ഫോമിലേക്ക് സൂര്യകുമാർ യാദവ് തിരിച്ചു വന്നാലേ ഇന്ത്യൻ ടീമിന് ജയിക്കാൻ കഴിയത്തുള്ളൂ. എപ്പോഴും ഒരു ഹാർദിക് പാണ്ഡ്യയോ എപ്പോഴും ഒരു അഭിഷേക് ശർമ്മയുടെ തോളിലേറി ചിലപ്പോൾ ജയിക്കാൻ കഴിയുന്നത് വരത്തില്ല. സോ സൂര്യകുമാർ യാദവിന്റെ ഫോമും ഇവിടെ വളരെ നിർണായകം തന്നെ ആയിരിക്കും ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം. ഇനി 4 കളികളുണ്ട്. ഒരു പിക്കപ്പ് ഷോട്ട് കളിച്ചു, ഒരു 6 അടിച്ചു, അത് കഴിഞ്ഞിട്ട് ഒരു ബൗണ്ടറി അടിച്ചു, അത് കഴിഞ്ഞിട്ട് അടുത്ത ബോളിൽ ശുഭൻ ഗിൽ ഔട്ടായ അതേ രീതിയിൽ മിഡ് ഓഫിന്റെ മേലൂടെ അടിക്കാനുള്ള ശ്രമം പാഴായി പോകുന്നു. സോ ഷോട്ട് സെലക്ഷൻ ഒക്കെ ഒന്ന് മെച്ചപ്പെടുത്തി അടുത്തുള്ള കളിയിലെങ്കിലും തിരിച്ചു വരാൻ സൂര്യകുമാർ യാദവ് എന്ന് പറയുന്ന ഇന്ത്യയുടെ ക്യാപ്റ്റൻ ആവട്ടെ. സോ ഓവറോൾ നോക്കുവാണെങ്കിൽ ഇന്ത്യ ബാറ്റിംഗിൽ അല്പം ഒന്ന് സ്ട്രഗിൾ ചെയ്തു. പക്ഷേ 8 വരെയുള്ള ബാറ്റിംഗ് ഇന്ത്യ വിജയിപ്പിച്ചു. അടുത്തുള്ള മത്സരത്തിൽ മേ ബി ഫ്ലാറ്റ് പിച്ച് ആയിരിക്കും. ഇങ്ങനെയുള്ള പിച്ച് എല്ലായിടത്തും ഒന്നും കിട്ടത്തില്ല. അല്പം കൂടി ഒരു ഹൈ സ്കോറിംഗ് മാച്ച് നമുക്ക് അടുത്തുള്ള മത്സരത്തിൽ കാണാൻ കഴിയുമായിരിക്കും. ഇവിടെ നോക്കുവാണെങ്കിൽ ഡ്യൂവിന്റെ വലിയൊരു എഫക്റ്റ് ഉണ്ടായതായിട്ട് കാണാൻ കഴിയുന്നില്ല ബോളർമാർ. സോ ഓവറോൾ നോക്കുവാണെങ്കിൽ ബെറ്റർ ആയിട്ട് ഇന്ത്യ ബാറ്റ് ചെയ്തു, ഇന്ത്യ ബോൾ ചെയ്തു. അതിന്റെ റിസൾട്ടാണ് 101 റൺസിന് ഇന്ത്യ ജയിച്ചു.